അപ്പോ ഈ വയബുദൂന ഈ ആയത്തിൽ നിന്ന് അവർ സ്വന്തമായി കഴിവുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ റാസി അങ്ങനെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നത് അതിനെ പറ്റിട്ട്? വെറുതെ ചിരിച്ചത് കൊണ്ടായില്ല. അല്ല, മറുപടി ഞങ്ങൾ ചിരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് കൊണ്ട് അപ്പൊ ചിരിക്കണത്, നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ട്. ചിരിച്ചത് കൊണ്ട് ഐഷ എന്ന് പറഞ്ഞത് റാസി അങ്ങനെ പറഞ്ഞു. റാസി എന്നാണ്, റാസി എന്ന് പറയാൻ പാടില്ല. ഏതോ ആവട്ടെ, ഹാവുലായി ശുഭാവുന എന്ന് പറഞ്ഞു. അതിന്റെ മയനെ ഇവിടെ പറഞ്ഞത് ഈ ശുപാർശ എന്ന് പറഞ്ഞ മിൻ ഗൈരി ഹാജത്തിൻ, മിൻ ഗൈരി ഹാജത്തിൻ ഇലാ ഇതിനില്ലാതെ അള്ളാഹുവിന്റെ സമ്മതത്തേക്ക് റാസി വ്യക്തി, ഇതും റാസി തന്നെയാണ്. ഇതൊക്കെ അറബി തിരിയെങ്കിൽ നോക്കാം. കണ്ടോ, ഇമാം റാസി വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്, ഇന്നഹാ തശ്ഫഉ ലനാ ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇതിനില്ലാഹ്. ഒരാളെ ഒത്താശ ഇല്ലാതെ തന്നെ ഞങ്ങളെ കൈകാര്യം ചെയ്യും. അതാ ഇവിടെ വിശ്വാസം. നിങ്ങളാ ഓതിയ ആയത്തും അറിയണ റാസിയാണ് ഈ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇത് തിരിയണ മുജാഹിദിന്റെ ഏറ്റവും വലിയ ഖുർആൻ പരിഭാഷകൻ അമാനി മൗലവിന്റെ ഉദ്ധരണിയാണ് നേരത്തെ വായിച്ചത്. ഏത് ഇങ്ങനെ മറ്റൊരാളെ കീഴിലല്ല, പിന്നെന്താണ് വിട്ടുകൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഓരോന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന് ഞങ്ങൾ മാത്രമല്ല, മുജാഹിദിന്റെ അമാനി മൗലവി പറഞ്ഞത് അവിടെ ഉദ്ധരിച്ചത്. അതിനെ കുറിച്ചൊന്നും പറഞ്ഞു. റാസി അവിടെ, മറ്റത് ഇവിടെ. റാസി മുഴുവൻ കണ്ടവരാണ് ഞങ്ങൾ. ഈ മുജാഹിദിന്റെ അമാനി മൗലവി അതൊക്കെ ഞങ്ങൾ ഈ വായിക്കണേ. വെറുതെ പിന്നെ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കട്ട് മുറിച്ച് അവിടെ ദുർവ്യാഖ്യാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നേരത്തെ മുജാഹിദ് പ്രവർത്തകനായ ഒരു സഹോദരനാണ് ഇവിടെ ചോദിച്ചത്. നേരത്തെ ചോദിച്ചത് ഇന്ദുഹുവിനെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ തിരിഞ്ഞു എന്ന് അയാൾ പറഞ്ഞു. അതിന് തന്നെയാണ് സാധാരണക്കാർക്കൊന്ന് തിരിയട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അത്രയും സമയം വിശദീകരിച്ചത്. അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഔലായി ശുഭാഗമാണ് ഇപ്പൊ ഉള്ളത്. ഈ ആയത്തിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റാസി എന്ത് പറഞ്ഞു? വ്യാഖ്യാനത്തിൽ തന്നെ നമ്മുടെ ചർച്ച ഈ ആയത്താണ്. ഈ ആയത്തിനെ കുറിച്ച് തന്നെയാണ്, ഈ ശഫാഅത്തിനെ കുറിച്ച് തന്നെയാണ് റാസി ഇമാം ഇവിടെയും പറയുന്നത്. ഈ ശഫാഅത്തിനെ കുറിച്ച് തന്നെയാണ്. അല്ല, ഇത് മുഅ്മിനീങ്ങളുടെ ശഫാഅത്തിനെ കുറിച്ചല്ല, മുശ്രിക്കുകളുടെ ശഫാഅത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. റാസി മുജാഹിദുകളെ പോലെ വൈരുദ്ധ്യം പറയുന്ന ആളല്ല. റാസി ഇമാമ് മുജാഹിദുകളെ പേരിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ വാച്ചി പറയാം, അത് പറയുന്ന ആളല്ലല്ലോ റാസി ഇമാമ്. ഇതൊക്കെ കണ്ടിട്ട് പറയാ റാസി ഇമാം. അപ്പൊ റാസി ഇമാം ആ പറഞ്ഞതിന്റെയും ഈ പറഞ്ഞതിന്റെയും ഒക്കെ അർത്ഥം ഒന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിലേക്ക് ആവശ്യമില്ലാതെ തന്നെ, അള്ളാഹുവിലേക്ക് ഒത്താശ ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ അള്ളാഹു ശുപാർശ ചെയ്യുമേ, വിഗ്രഹങ്ങൾ ശുപാർശ ചെയ്യുമെന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. ഒന്ന്. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി, ഞാൻ പറഞ്ഞല്ലോ 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമ, ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞല്ലോ കമാ കാനത്തിൽ ജാഹിലിയ്യത്തു തൽതഖിദുഹു ഫിൽ ഔസാൻ. ബിംബങ്ങളെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ സ്വന്തമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നത് സമസ്തന്റെ ആളല്ലല്ലോ. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഹാഫിദുദ് ദില്ല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനിയാണ്. അപ്പൊ ഇവർക്കൊന്നും ഖുർആനും സുന്നത്തും തിരിയാതെ നിങ്ങൾ മാത്രം ഔലായി ശുഫാഉന എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് ആഫീസിലുള്ള 4 ആൾക്കേ ഖുർആൻ തിരിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരോട് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. അത് ഇവർക്ക് ആർക്കും ഖുർആൻ തിരിഞ്ഞതായിരിക്കാം. അത് മുജാഹിദ് ആഫീസിലെ 4 ആൾ. അത് മനുഷ്യരോട് പറയാൻ പറ്റും? വല്ലാത്തൊരു കടന്ന കയ്യല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഖുർആനിക സൂക്തങ്ങളെ ദുർവ്യാഖ്യാനിക്കരുത്. പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞോ പോകട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമാനി മൗലവി, അതിലും വലിയ ആള് പിന്നെ മുജാഹിദ് ഇല്ലല്ലോ, അയാള് പറഞ്ഞതെങ്കിൽ ഒന്ന് കേൾക്കണ്ടേ. അയാളിപ്പോ മുജാഹിദിനെ പള്ളിയിൽ വലിയ വിവരസ്ഥരാണ്, മുജാഹിദുകളെന്ന് സമ്മതിക്കും. അയാൾക്ക് ഉള്ള ഈ മുജാഹിദ് മൗലവിമാർക്ക് ആ വിവരം നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. അയാൾ പറയുന്നു അല്ലല്ല ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മക്കയിലെ മുസ്ലിങ്ങളുടെ വിശ്വാസം. ഈ കുട്ടി മുജാഹിദുകൾ പറഞ്ഞു അല്ലല്ല അങ്ങനെയല്ല, ആള് പറഞ്ഞു ശരിയല്ല, ഖുർആൻ അങ്ങനെയാണ്. ഇത് ഈ ഖുർആൻ കുട്ടി ഇരിഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ ദുർവ്യാഖ്യാനിക്കണ്ട. ഇമാമുകൾ ഖുർആൻ പണ്ഡിതർ എന്തു പറഞ്ഞു അത് പറഞ്ഞാൽ മതി.